സുനിത വില്യംസിനെ കേൾക്കാത്തവർക്കായി ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയാം. ഇന്നലെ സുനിത വില്യംസ് പറഞ്ഞതിൽ ഏറ്റവും ഹൃദയത്തിൽ തറച്ചൊരു വാചകം, ലോകം ആരാധിക്കുന്ന നമ്മുടെ ബഹിരാകാശ സഞ്ചാരി സുനിത വില്യംസ് ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പറഞ്ഞു. മണ്ണും വിണ്ണും ശൂന്യാകാശവും കണ്ട സുനിത വില്യംസ് പറയുന്നു, ഭൂമിയിൽ മനുഷ്യർക്ക് വേർതിരിവിന്റെ ആവശ്യമേയില്ല. ഒരേ വായുവും വെള്ളവുമാണ് എല്ലാവരും പങ്കിടുന്നത്. എല്ലാവർക്കും സ്വപ്നവും കാണാം, എല്ലാവർക്കും ഉള്ളതാണ് സ്പേസ് എന്നാണ് പറഞ്ഞത്. കേൾക്കണം സുനിത വില്യംസിനെ. അതിരുകൾ കെട്ടി വേർതിരിച്ച് മതിലുകൾ കെട്ടി മനുഷ്യനിങ്ങനെ മത്സരിച്ച് ജീവിക്കുമ്പോൾ സുനിത വില്യംസിനെ കേട്ടുവരണം. നമ്മുടെ ഭൂമി ബഹിരാകാശത്തിരുന്ന് 608 ദിവസം കണ്ട സുനിത വില്യംസിനെ ഒന്ന് കേട്ടോളൂ. Place where all of us live, all the people that we know, all the animals, all the plants are right here, and the fish, which are right here in the ocean as well. Everything, the air is the same, the water is the same. We are all here together on one planet. വെള്ളം ഒന്നാണ്, ശ്വാസം ഒന്നാണ്, മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി ഒന്നാണ്, അതിരുകൾ കിട്ടുന്നത് നമ്മളാണ്. എന്തിനീ മത്സരം എന്നാണ് സുനിത വില്യംസ് ചോദിച്ചത്. ശരിയല്ലേ? മുകളിൽ നിന്ന് നോക്കുമ്പോഴാണ് നമ്മളൊക്കെ ഈ ഒരൊറ്റ പ്ലാനറ്റിലെ മനുഷ്യരല്ലേ. പേര് കണ്ടാൽ തിരിച്ചറിയാമെന്ന് പറയുന്നതും പ്രത്യേക പ്രദേശത്തിരുന്നാൽ ശ്വാസം മുട്ടുമെന്ന് പറയുന്നവരും അതിരുകൾ വേണമെന്ന് പറയുന്നവരും ചില പ്രത്യേക റിപ്പബ്ലിക്ക് സ്ഥാപിക്കാനിരിക്കുന്നവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ശ്രദ്ധയിൽ, പ്രിയപ്പെട്ടവരെ, എല്ലാ ശ്വാസവും ഒരൊറ്റ ഓക്സിജൻ, എല്ലാ വെള്ളവും